എറണാകുളത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നുള്ളത് കൊണ്ട് അമൃതയിലെ ഫ്രീസറിൽ വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് അമൃതയിൽ ഫ്രീസറിൽ കയറ്റിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരുന്നത്. പിന്നെ എനിക്ക് എന്തൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടുകാർ സഹോദരിമാരുടെ മക്കളൊക്കെ പറഞ്ഞറിഞ്ഞിട്ടാണ് പിന്നെ പറഞ്ഞത്, പിന്നെ ആരൊക്കെയോ പറഞ്ഞിട്ട് എറണാകുളത്തും പോസ്റ്റ്മോർട്ടം മാറ്റി തൃശ്ശൂരിലേക്കാക്കി. എറണാകുളം അമൃതയിൽ മരിച്ച ഒരാളുടെ പോസ്റ്റ്മോർട്ടം തൃശ്ശൂരിലേക്ക് ആക്കിയതൊക്കെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ആരും നിർബന്ധത്തിലല്ല, സുഹൃത്തുക്കൾ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും പിന്നെ നിയന്ത്രിച്ചിട്ടുണ്ടായത്. പിന്നെ തൃശ്ശൂർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. പിറ്റേ ദിവസമാണ് പിന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ഓർത്തെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് അത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നൊരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ. എനിക്കത് പുറത്ത് എന്ത് നടക്കുന്നു പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു ദിവസം കൂടി അദ്ദേഹത്തിൻ്റെ ബോഡി വയ്ക്കണമെന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തീരുമാനം, എന്തിനു വേണ്ടി അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും പറ്റിയില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചുണ്ടായത്. കാരണം അതിന് മാത്രം തിരക്കായിരുന്നു അവിടെ. അവർ വീട്ടിലേക്ക് ബോഡി കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ പോലും നേരം അവിടെ വയ്ക്കാൻ സാധിച്ചില്ല. പിന്നെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ പ്രദർശനത്തിന് വെച്ചു എന്നറിഞ്ഞു. പിന്നെ തിരിച്ച് ചാലക്കുടി മുനിസിപ്പാലിറ്റിയിൽ പ്രദർശനം വെച്ചു എന്ന് പറഞ്ഞു. അവിടെയൊന്നും എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടായില്ല. കാരണം മാനസികമായും ശാരീരികമായും ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അന്ന് വൈകുന്നേരം തന്നെ പിന്നെ ഫ്യൂണറൽ ചടങ്ങുകൾ അവസാനിപ്പിച്ചു. ചേട്ടൻ്റെ വേർപാടിന് ശേഷം നമുക്ക് ഒരുപാട് പ്രതിസന്ധികളൊക്കെ തന്നെ നമുക്ക് നേരിടേണ്ടി വന്നു. കാരണം ആസ് എ പെർഫോമർ എന്നുള്ള രീതിയിൽ വർഗവർണ്ണ വിവേചനങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു മോഹിനിയാട്ട ഡാൻസർ, ഇപ്പോൾ ഒരു തുറന്നു പറയട്ടെ, ഒരു ദളിത് കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന പഠിച്ചു വന്ന ഒരു കലാകാരനാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു സൊസൈറ്റിയുടെ മുമ്പിൽ ഒരു ഡാൻസർ എന്നുള്ളൊരു പേരെടുക്കണം എന്നുള്ളതാണല്ലോ ചേട്ടനും ഞങ്ങളൊക്കെ ജീവിതത്തിൽ നിന്നും ആഗ്രഹിച്ചത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളർന്നു വന്ന് വേദികൾ ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ പല സ്ഥലത്തു നിന്നും ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ നടത്തിയിരുന്നു. കാരണം കേരള സംഗീത അക്കാദമിയുടെ ഭാഗത്തുനിന്ന് ചെറിയ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ എനിക്കുണ്ടായി. 2018-19 കോവിഡ് സമയത്താണ് ഒരു ഓൺലൈൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിച്ചപ്പോൾ പിന്നെ ആ അപേക്ഷ നിരസിക്കുകയും അതേ തുടർന്ന് അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ആൾ എന്നെ വളരെ മോശമായിട്ട്, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അവസരം തന്നാൽ അത് അക്കാഡമിക്ക് മോശം ഉണ്ടാകുന്ന രീതിയിൽ പരാമർശങ്ങളൊക്കെ നടത്തി. അത് വളരെയധികം വിഷമങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മൾ സമൂഹത്തെ നോക്കിക്കണ്ട് വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരായിരുന്നു. പക്ഷേ ഈ നൃത്തരംഗത്തെ കുറേ ലെജൻഡേഴ്സായിട്ടുള്ള ആൾക്കാരുടെ പെരുമാറ്റങ്ങളും അവരുടെ വളർച്ചകളും അവരുടെ സെമിനാറുകളും ക്ലാസ്സുകളും ഡെമോൺസ്ട്രേഷൻസും പെർഫോമൻസസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു നിലയിലേക്ക് നമ്മൾ വളർന്ന് എത്തുന്നത് തന്നെ. അതല്ലാത്ത ആളുകൾക്ക് ഏതെങ്കിലും ഗുരുക്കന്മാരുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ ഒരാൾ ഇതുപോലെയുള്ള ഉന്നത വിദ്യാഭ്യാസങ്ങൾ പഠിച്ച് PhD വരെ നേടിയിട്ട് പോലും നമുക്കൊരു അവസരം കിട്ടാൻ അപേക്ഷ വയ്ക്കണം. ശരി, അപേക്ഷ വയ്ക്കാം, അതൊരു ഫോർമാലിറ്റി ആണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ എന്നിട്ട് പോലും നമ്മളോട് വളരെ മോശമായിട്ട് രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാമൂഹ്യ സാഹചര്യം ഈ നൃത്തരംഗത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പറയുന്നത് നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല പത്രമാധ്യമങ്ങൾക്കും അന്ന് അക്കാഡമിയുടെ ഭാഗത്തു നിന്നുള്ള കത്തുകൾ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇത്രയും സത്യസന്ധമായി കലയെ കാണുകയും കലാരംഗത്ത് ഉയരത്തിലെത്താൻ വേണ്ടി പഠിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു കള്ളൻ എന്നുള്ളൊരു പേര്, നമ്മൾ ഒരു സമൂഹത്തിൽ നമ്മൾ കള്ളനാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എനിക്ക് അന്ന് ആ സമയം എൻ്റെ കണ്ണിലേക്ക് ആകെ ഇരുട്ട് കയറുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്താ പറയുക, ഇത്രയും പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്കൊരു പെർഫോമൻസ് ചെയ്യാൻ ഉപകാരമില്ലെങ്കിൽ പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തുപകാരം എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് തന്നെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്തോ അതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ച് കരകയറി വന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു 2021 എനിക്ക് സംഗീത അക്കാദമിയുടെ മോഹിനിയാട്ടത്തിലെ ആദ്യത്തെ ഒരു അവാർഡ്, ആദ്യത്തെ അവാർഡ് എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്, അന്ന് തരികയുണ്ടായി. അപ്പോൾ അത് പിന്നീടുള്ള ചർച്ചകളിൽ നമ്മുടെ ഭാഗം പരിശോധിക്കുകയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങളുണ്ടായി. അവാർഡിലേക്ക് പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന ആളെ മാറ്റുകയും ചെയ്തു. അപ്പോൾ ഈ കലാസാംസ്കാരിക രംഗത്ത് ഇത്രയധികം
ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മളിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കേരള കലാമണ്ഡലത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് എനിക്ക് കിട്ടിയിരുന്നു. നമ്മളൊരു ഈ പഠനം കലാമണ്ഡലത്തിലാകമാനം അല്ലെങ്കിൽ കേരളത്തിലെ കലാമണ്ഡലം മീൻസ് കലയുടെ മണ്ഡലം അവിടെ വലിയൊരു മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. കാരണം സാധാരണ മോഹിനിയാട്ടം സ്ത്രീകളാണ് അവതരിപ്പിക്കാറ്. അത് ആണുങ്ങൾ ചെയ്യണമെങ്കിൽ പെൺവേഷം കെട്ടി ചെയ്യണം. അതിപ്പോഴും ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്ന് അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ വേണ്ട, ഏതൊരു ആർട്ട് ഫോം ചെയ്യണമെങ്കിൽ അതാത് വ്യക്തികൾ ഇഷ്ടം പോലെ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ആണുങ്ങൾ അന്വേഷണത്തിൽ ചെയ്യുന്നവർ ഇപ്പോൾ ധാരാളം ഉണ്ട്. ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ വിഷയങ്ങൾ, ഈ വർഗ്ഗവർണ്ണ വിഷയങ്ങൾ കേരള കലാമണ്ഡലം പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ ആദ്യം നോക്കിക്കാണുന്നത് വള്ളത്തോൾ മോഹിനിയാട്ടത്തെ പുനരുജ്ജീവിപ്പിച്ചത് മഹാകവി വള്ളത്തോൾ കലാമണ്ഡലത്തിലൂടെയാണ്. 1930 കലാമണ്ഡലം സ്ഥാപിക്കുകയും ഏകദേശം 32 മോഹിനിയാട്ടത്തിനടക്കം പുനരുജ്ജീവനം നൽകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ സ്ഥാപിച്ചത്. അവിടെ ആ കലയുടെ കലാമണ്ഡലത്തിൻ്റെ ആദ്യ കളരിയിൽ ആദ്യ മോഹിനിയാട്ടം പഠിപ്പിക്കാനെത്തിയത് കൃഷ്ണപ്പണിക്കരാശാൻ എന്ന് പറയുന്ന ഗുരുനാഥനായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ചിന്ത, ഇന്ന് നമ്മൾ ഭാരതത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഒരുപാട് രൂപങ്ങളുണ്ട്. അതിൽ ഭരതനാട്യം ആദ്യം ദാസിയാട്ടമായിരുന്നു, പിന്നെ സതിരാട്ടമായി, പിന്നെ ഭരതനാട്യത്തിലേക്ക് എത്തുന്നു. അതൊക്കെ ഈ പേര് മാറ്റത്തിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ഉദ്ദേശം തന്നെയായിരുന്നു മഹാകവി വള്ളത്തോളിനും ഉണ്ടായിരുന്നത്. ഈ നൃത്തരൂപം അധപതിക്കാനുണ്ടായ അവസ്ഥയെ മാറ്റിക്കൊണ്ട് അതിൻ്റെ സാങ്കേതികമായ അല്ലെങ്കിൽ അശ്ലീലമായ പല കാര്യങ്ങളും മാറ്റിക്കൊണ്ട് ഇതിനൊരു സ്ത്രീ ഡൊമിനിൽ നിന്ന് മാറ്റിക്കൊണ്ട് മോഹിനിയാട്ടം എന്നുള്ള പേര് മാറണമെന്നും പകരം കൈരളി നൃത്തം എന്നുള്ള പേര് മഹാകവി വള്ളത്തോൾ ഈ കേരളീയ നൃത്തരൂപത്തിന് നിർദ്ദേശിച്ചു വച്ചിട്ട് പോലും ഇന്നും തുടരുന്ന ഈ വിവേചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പേരിലുള്ള വിവേചനമാണ്. പക്ഷേ ഇന്നതൊക്കെ മാറി ഈ മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച കലാമണ്ഡലത്തിൽ ഇന്ന് മോഹിനിയാട്ട വിഭാഗത്തിൽ 8ാം ക്ലാസ്സിലും +1-നും ബിരുദാനന്തര ബിരുദ ക്ലാസ്സുകൾക്കൊക്കെ ആണുങ്ങൾക്കും കൂടെ അഡ്മിഷൻ കൊടുക്കുന്നു എന്നുള്ളതും ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. അതിന് ഒരുപക്ഷെ ഉണർന്ന് പ്രവർത്തിക്കാൻ നമ്മൾ നിമിത്തമായി എന്നുള്ളതാണ്. അന്ന് നമ്മൾ ഭരതനാട്യം അഡ്മിഷൻ RLവിൽ കിട്ടാതെ മോഹിനിയാട്ടത്തിലേക്ക് കടക്കുകയും ഈ മോഹിനിയാട്ടത്തിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ഞാൻ MBBS ഡോക്ടറാവാനായിട്ട് പരിശ്രമിച്ച ആ ഡോക്ടർ എന്ന പദവി ഒരു പക്ഷേ ഈ തരത്തിലൂടെ കലാപഠനത്തിലൂടെ ഇങ്ങനെ ഒരു ഡോക്ടർ ബിരുദം എനിക്ക് നേടാനും എൻ്റെ പേരിനൊപ്പം RLV എന്ന പേര് ചേർക്കാനും ഡോക്ടർ എന്ന പേര് ചേർക്കാനും സാധിച്ചതും ഇന്ന് കേരളക്കരയാകെ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷന് സാധ്യതയില്ല. കാരണം കലാമണ്ഡലത്തിലടക്കം അതിന് മാറിക്കഴിഞ്ഞു. കലാമണ്ഡലത്തിലെ നൃത്തവേദികൾ അല്ലെങ്കിൽ നൃത്തക്കളരികൾ നേരത്തെ പുരുഷന്മാരുണ്ടായിരുന്നുവെങ്കിലും ഒരു സ്ഥിരമായിട്ടുള്ള നിയമനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ നിയമനത്തിനും എനിക്കൊരു ഭാഗ്യമുണ്ടായി. കലാമണ്ഡലത്തിലെ ഭരതനാട്യ വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യാനുള്ളൊരു നിയോഗം ഉണ്ടായതും ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നൃത്ത സമൂഹത്തിൽ ശരിക്കും പറഞ്ഞെങ്കിൽ നർത്തകനൊരു പേരില്ല, സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻതൂക്കം. എന്നാൽ ഇന്ന് കേരളത്തിലെ ഒരു നർത്തകൻ എന്നുള്ള പേരിൽ, മോഹിനിയാട്ട നർത്തകൻ എന്ന പേരിൽ എനിക്ക് നൃത്തം ചെയ്യാനും ഇതുപോലെ ഇപ്പോൾ ഞാൻ കലാമണ്ഡലത്തിലെ ഭരതനാട്യ വിഭാഗം അധ്യാപകനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RLവിൽ എനിക്ക് നിഷേധിക്കപ്പെട്ട ഭരതനാട്യത്തിൻ്റെ സീറ്റ് ഞാൻ കാലടി സംസ്കൃത സർവകലാശാലയിൽ ഈ 2022-24 വർഷങ്ങളിൽ റീസെൻ്റ്ലിയായിട്ട് പഠിക്കുകയും അതിലും ഒരു ബിരുദം എടുക്കുന്നത് കൊണ്ടാണ് ഇന്ന് കേരള കലാമണ്ഡലത്തിൽ ഞാൻ ഭരതനാട്യ വിഭാഗം അധ്യാപകനായിട്ട് നിയമിതനായത്. അപ്പോൾ ഇത്തരം ഒരു മാറ്റങ്ങൾ, കൈവിട്ടു പോയ പല കാര്യങ്ങളും എനിക്ക് പിന്നെ തിരികെ പിടിക്കാനും നമ്മൾ ആഗ്രഹിച്ച ഒരു നേട്ടത്തിലേക്ക് എത്തിപ്പെടാനും നമ്മുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആകെ നമ്മൾ വിഷമിച്ചു പോകുന്നത് ചേട്ടൻ ഇന്ന് കൂടെയില്ല എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിലാണ് നമുക്കിതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടതെന്നുള്ളൊരു, അല്ലെങ്കിൽ ഇന്നതൊക്കെ ഞാൻ ചെയ്തു എന്ന് കാണിച്ചു പറയാൻ നേരത്തെ വലിയ വലിയ വിജയങ്ങളും റാങ്കുകളൊക്കെ കിട്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൊടുക്കുമ്പോൾ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് പോലെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ അദ്ദേഹം നമുക്കൊപ്പമില്ല എന്നൊരു വലിയ വിഷമം ഇന്ന് നമ്മൾ വേട്ടയാടുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ചെയ്ത് അത്രയും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചേട്ടൻ്റെ പേര് നാമധേയത്തിൽ ഇവിടെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം പ്രവർത്തിച്ചു പോകാനാണ് ഞാൻ പരിശ്രമിക്കുന്നത്.
അമേരിക്കയെ ഇനി ടെലിവിഷനിലൂടെയല്ല നേരിൽ തന്നെ കാണാം. സഞ്ചാരം ഒരുക്കുന്ന 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അവിസ്മരണീയ യാത്ര. വണ്ടേഴ്സ് ഓഫ് USA. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തുടങ്ങി ലോസ് ഏഞ്ചലസ്, ലാസ് വേഗാസ്, നയാഗ്ര ഫാൾസ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളെല്ലാം പിന്നിട്ട് ന്യൂയോർക്കിൽ സമാപിക്കുന്ന ദീർഘമായൊരു അമേരിക്കൻ സഞ്ചാരം. അത്ഭുതകരമായ കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള യാത്ര കൂടിയാണിത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, ഫിഷർമാൻസ് വാർഫ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം, ഹോളിവുഡ് സൈൻ, ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരം, ഗ്രാൻഡ് കാനിയൻ, ഹൂവർ ഡാം, നയാഗ്ര ഫാൾസ്, വൈറ്റ് ഹൗസ്, 9/11 മെമ്മോറിയൽ തുടങ്ങി നൂറുകണക്കിന് കാഴ്ചകൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതായിരിക്കും ഈ അമേരിക്കൻ സഞ്ചാരം. US വിസയുള്ളവർ ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും ഉടൻ വിളിക്കൂ. ഫോൺ 75919 സന്ദർശിക്കൂ sanjaram.com. കലോത്സവങ്ങളൊക്കെ സജീവമായിട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു കൊറിയോഗ്രാഫികളൊക്കെ ഒരുപാട് ചെയ്യാറുണ്ട്. മോഹിനിയാട്ടത്തിൽ ഒരുപാട് കുട്ടികളെ പങ്കെടുപ്പിച്ച് സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിധികർത്താവൊക്കെ ആയിട്ട് നമ്മൾ പോവാറുണ്ട്. പക്ഷേ ഇന്നത്തെ കലോത്സവം ശരിക്കും ഒരു ഭയാനകമായ രീതിയിൽ, നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായ വിധി നിർണ്ണയങ്ങൾ നടത്താത്തതും, ഒരുപാട് ഇപ്പോൾ ഒരു കലോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പം കോഴ വിവാദങ്ങളും ഒക്കെ ഒരുപാട് വരുന്ന ഈ സാഹചര്യത്തിൽ ആരോഗ്യപരമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ മാനസികമായിട്ടൊക്കെ തകരുന്ന പല കാഴ്ചകളും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ നേരിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിധികർത്താവായിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മളെക്കൊണ്ട് ആവുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വിധി നിർണ്ണയം നടത്താൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലും നമ്മളെ വിളിച്ചിട്ട് മാറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ പറയുന്ന മുറയ്ക്ക് നമുക്ക് നിൽക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇത് നേരത്തെ അറിയുകയും നമ്മളെ മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മളെ പല സമയത്തും പല സ്ഥലങ്ങളിലും മാറ്റിയിട്ടുണ്ട്. ഇപ്പം സംസ്ഥാന തലത്തിലാണെങ്കിൽ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം മാത്രമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന കലോത്സവം വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തപ്പെടേണ്ട പലതരത്തിലുള്ള പല വിഷയങ്ങളിലും കഴിവുള്ള പല കുട്ടികളും, അർഹതയുള്ള കുട്ടികളും താഴെ ഉപജില്ല, സ്കൂൾ ഉപജില്ല, ജില്ലാ തലങ്ങളിൽ തഴയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. ഏറെ വിഷമകരമായ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇടപെട്ട് തീർക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. പക്ഷെ അതിലൊക്കെ ഇടപെടാൻ നമുക്ക് പരിമിതികൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം ഒരുപാട് സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കലോത്സവങ്ങൾ പോകുന്നത്. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി ഏറ്റവും ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. കാരണം അവരുടെ കലയെ, അവരുടെ മാനസിക വളർച്ച തന്നെയാണ് കല. ആ കലയെ നമ്മൾ ഉണർത്തിക്കൊണ്ട് വരുന്നിടത്ത് ആ കലയെയും അവരുടെ മാനസിക വളർച്ചയും തളർത്തുന്ന രീതിയിലുള്ള പല സാഹചര്യങ്ങളും പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ടും നൃത്തം എല്ലാ വിഭാഗത്തിലും ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ഥാപനത്തിൽ പല അധ്യാപകരുണ്ട്. അപ്പം അവരിലൂടെയും ഒക്കെ ഇപ്പോൾ ജോലി കിട്ടിയത് കൊണ്ട് കുറച്ച് ഇത്തരം മത്സരവേദികളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പം മറ്റു പല അധ്യാപകരും അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അവരിലൂടെ കുട്ടികളെ മത്സരിപ്പിക്കാൻ വേണ്ടി നമ്മളവിടെ മത്സരിപ്പിക്കാറില്ല. അപ്പം കുട്ടികളൊരാഗ്രഹം, ഇപ്പം കലോത്സവം എന്ന് പറയുന്നത് ഒരു അവസരമാണല്ലോ. അപ്പോൾ ചിലങ്ക കിട്ടാനൊരു അവസരം, അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്കൊപ്പം മത്സരത്തിൽ പങ്കെടുത്തു എന്ന് പറയാനും അവർക്കൊരു ഫോട്ടോ എടുക്കാനും അതിനൊരു വീഡിയോ ഇടാനൊക്കെയാണ് താല്പര്യം. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്ക് അവരുടെ ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ മത്സരത്തിന് കൊണ്ടുപോകുന്നത്. അതൊരിക്കലും മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാനോ ഒന്നുമില്ല. അത് കാലങ്ങളായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾ അവർക്ക് മത്സരിക്കാൻ അല്ലെങ്കിൽ സമയമായെങ്കിൽ അവർക്കൊരു ഇനം അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് സാമ്പത്തികമായിട്ട് പുറകെ നിൽക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം സാമ്പത്തികമുള്ളവരുമുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ സാമ്പത്തികമുള്ളവരിൽ നിന്ന് പൈസ വാങ്ങിച്ചാലും അതിൽ നിന്ന് സാമ്പത്തികം കുറഞ്ഞ കുട്ടികൾക്ക് വേണ്ട സഹായങ്ങൾ സൗജന്യമായിട്ട് അവരെ പഠിപ്പിക്കാനും അവർക്ക് ഈ CD പാട്ട് കൊടുക്കാനും അവർക്ക് വേഷവിധാനങ്ങളിലും മറ്റൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ട് അത്തരത്തിൽ സാമ്പത്തികമായി ഒരുപാട് പുറകെ നിൽക്കുന്ന കുട്ടികൾ നമ്മൾ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാരണം മത്സരിക്കാൻ വേണ്ടിയല്ല,
അവരുടെ അവസരം നഷ്ടപ്പെടുത്തരുത്. തന്നെയല്ല, ഇത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ ഡയറക്റ്റായിട്ട് ഇടപെടാറില്ല. ഒരു മത്സരത്തിൻ്റെ വേദിയിൽ പോകാനോ കുട്ടികളെ ഒരുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടാനൊന്നും നമ്മൾ നിൽക്കാറില്ല. അവർ പോകുന്നു വരുന്നു. കാരണം ഇന്നത്തെ മത്സരത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ രക്ഷിതാക്കൾക്ക് അടക്കം അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത്തരം ഇപ്പോൾ കലാഭവൻ മണിയുടെ അനുജൻ വന്നുകൊണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ മറ്റൊരു അധ്യാപകന് ഈഗോ തോന്നുന്ന രീതിയിൽ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും ഇടപെടാനോ കലോത്സവ വേദിയിലൊക്കെ പോവാറില്ല. ഞാൻ ഡയറക്റ്റ് പോകുന്നത് ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ ഇരുന്നു. അതിന് മുൻപ് വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, കാലങ്ങൾക്ക് മുമ്പ് ഇരുന്നിരുന്നു. അപ്പോൾ അവിടെ വളരെ കൃത്യനിഷ്ഠമായി നമ്മൾ പഠിച്ചു വന്ന ഒരു സാഹചര്യം ഇത്തരത്തിലൂടെ ഉള്ളതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ വരുമ്പോൾ ഓരോ കുട്ടിയുടെ കഴിവിന് അംഗീകാരം കൊടുക്കണം എന്നുള്ളതാണ്. ഇന്ന് മത്സരം വളരെ ശക്തമായ മത്സരങ്ങളാണ്, ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഇന്നുണ്ട്. പക്ഷേ എങ്കിലും അർഹർക്ക് കിട്ടണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷെ നമ്മളുടെ പേനത്തുമ്പ് കൊണ്ട് ഇന്ന് വരെയും നമ്മൾ അങ്ങനെ ഒരു ഉപദ്രവം ആർക്കും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കൂടെയിരിക്കുന്ന വിധികർത്താക്കളും കൂടെ നമുക്ക് അനുകൂലമാവണം. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു കുട്ടിക്ക് നമുക്ക് അർഹതയുള്ളൊരു കുട്ടിക്ക് നമ്മളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ മത്സരം എന്ന് പറഞ്ഞാൽ വലിയൊരു കോമ്പറ്റീഷൻ നമ്മൾ അവർക്ക് കുത്തിവെച്ച് കൊടുക്കാറില്ല. അപ്പോൾ ഈ കലാഗൃഹത്തിൽ അതിനുള്ള സാധ്യതയുണ്ട്. അവർക്ക് എല്ലാ വിധത്തിലും ഇപ്പം നമ്മളൊക്കെ മത്സരത്തിന് പോയപ്പോൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് ആ കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല. മാഷേ പൈസ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ തരാൻ പറ്റില്ല, പിന്നെ തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ടീച്ചർമാരോട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ കുട്ടികൾക്ക് വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേരളത്തിലിപ്പം ഞാനിപ്പം ഭരതനാട്യം മോഹിനിയാട്ടം കുട്ടികളെ അഭ്യസിപ്പിക്കാറുണ്ട്, അധ്യാപകൻ എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ റിസർച്ചിന് ശേഷം ഞാൻ മോഹിനിയാട്ടത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മോഹിനിയാട്ടം നർത്തകനായിട്ട് ഒരു കേരളീയനായ ഞാൻ കേരളത്തിൻ്റെ ശാസ്ത്രീയ നൃത്തരൂപമായിട്ടുള്ള മോഹിനിയാട്ടത്തിൽ തന്നെ അറിയപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള രംഗാവതരണങ്ങളാണ് ഞാൻ കൂടുതലും അവതരിപ്പിച്ച് വരുന്നത്. അപ്പം പലവരും പല രീതിയിലൊക്കെ നമ്മളെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ തൽക്കാലം ധാരാളം വേദികൾ മോഹിനിയാട്ടത്തിനായിട്ട് കിട്ടുന്നുണ്ട്. അതിപ്പം കേരളത്തിൽ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ, അതിനപ്പുറം അബ്രോഡായിട്ടുള്ള പ്രോഗ്രാംസുകൾ, വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ ഒക്കെ കിട്ടി. ഇപ്പം ഓസ്ട്രേലിയൻ പ്രോഗ്രാം കഴിഞ്ഞു വന്നു, പിന്നെ കുവൈത്തിലും അതുപോലെ തന്നെ ദുബായിലും മറ്റു സ്ഥലങ്ങളിലും ഖത്തറിലൊക്കെ പരിപാടികൾ ചെയ്തു, കേരളത്തിലും മുംബൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു മോഹിനിയാട്ടത്തിനെ കൃത്യമായിട്ട് അതിൻ്റെ അവതരണ രീതിയെയും അവതരണ സമ്പ്രദായത്തെയും എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ രംഗാവതരണം ചെയ്യുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും പറയും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ, ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലാവുന്നത്, ഇതാണല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പെൺകുട്ടികളെ മോഹിനിയാട്ടം കാണുന്നതും ആൺകുട്ടികളെ മോഹിനിയാട്ടം കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. ഇതിവൃത്തത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഇങ്ങനെയും ആൺകുട്ടികൾക്ക് ചെയ്യാം, ഇത്രയും ജെൻറ്റിലായിട്ട് തന്നെ മോഹിനിയാട്ടം ചെയ്യാം. മോഹിനിയാട്ടം ചെയ്യാൻ വേണ്ടി ഒരു ഫെമിനിൻ നാച്ചുർ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു പെൺവേഷം കെട്ടുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആശയം ആ മോഹിനിയാട്ടം എന്ന നൃത്തസംഗീതത്തിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനൊരുപാട് വിജയങ്ങളും ഒരുപാട് അപ്രീസിയേഷനുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഒരുപാട് വേദികൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായിട്ടിപ്പം ഒരു ഔദ്യോഗിക സ്ഥാനം ലഭിച്ചതുകൊണ്ട് പെർഫോമൻസിനെയൊക്കെ ചെറിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു മോഹിനിയാട്ട നർത്തകൻ എന്നറിയപ്പെടാൻ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ജോലിയിൽ എത്ര നാൾ തുടരും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് മോഹിനിയാട്ടത്തിന് വേണ്ടി പുതിയ ഇനങ്ങൾ ചിട്ട ചെയ്യണം, ഒരുപാട് സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, യാത്രകൾ, മോഹിനിയാട്ടത്തിന് വേണ്ട രംഗപ്രയോഗങ്ങളും അതിനുവേണ്ടി സജ്ജീകരണങ്ങൾ ചെയ്യാനും എഴുതാനും ചിട്ട ചെയ്യാനും ഒക്കെയാണ് എൻ്റെ താല്പര്യം. കാരണം ഇനിയിപ്പം ഒരു മോഹിനിയാട്ട നർത്തകൻ എന്നുള്ള രീതിയിൽ എത്ര നാളും നമുക്ക് നൃത്തം ചെയ്യാൻ കഴിയാൻ പറ്റും? ഒരു എന്താ പറയുക, വയസ്സ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ ഊർജ്ജസ്വലത കുറയുന്നതിന് മുമ്പ് തന്നെ മാക്സിമം വേദികളിലേക്കൊക്കെ ഈ മോഹിനിയാട്ട നർത്തകനായിട്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു നൃത്തവേദിയിൽ തന്നെ മരണം സംഭവിക്കണം, അത് മോഹിനിയാട്ടക്കാരനായിട്ട് തന്നെ മരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ചേട്ടൻ്റെ പാട്ടുകൾ സ്ഥിരം കേൾക്കുമെങ്കിലും സത്യമായിട്ടും ഒരു മുഴുവൻ വരി പാട്ടുകളും പാടാനറിയാത്തൊരു കലാകാരനാണ്. നൃത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ രീതിയിലാണ് ചിന്തിക്കാറുള്ളത്. അതിൽ പാട്ടിലിപ്പം പാട്ട് പാടിയത് ആദ്യമായിട്ട് സിനിമയിലാണ്. അത് ചേട്ടൻ്റെ ഒരു ജീവചരിത്രം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള വിനയൻ സാറ് ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന സിനിമ നിർമ്മിച്ചപ്പോൾ ആ ചേട്ടൻ ചെയ്തു വെച്ച പാട്ട് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, റിക്കവർ ചെയ്യാൻ പറ്റുന്നത്. കാരണം പണ്ടത്തെ ഒരു കാസറ്റിലാണ് ആ പാട്ട്
പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല, ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ സാറ് പല രീതിയിലും സാറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും. അപ്പം അദ്ദേഹം ഈ ചേട്ടൻ്റെ ഈ പാട്ട് ചെയ്യുന്ന കാസറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, അവരോട് സതീഷ് ചേട്ടനെ വിളിച്ചു ചോദിച്ചു, എടാ കണ്ണൻ പാട്ട് പാടും, എന്നെ ചേട്ടൻ കണ്ണൻ എന്നാണ് വിളിക്കുക, കണ്ണൻ എന്നാണ് എല്ലാവരും പറഞ്ഞറിയുക, കണ്ണൻ പാട്ട് പാടുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചെറുതായിട്ട് പാടും എന്ന് പറഞ്ഞു. അവൻ്റെ വോയിസ് മണിയുടെ പോലെ. അപ്പം ഈ സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് പലവരും ഫോണിലൊക്കെ സംസാരിക്കുമ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്യിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊന്ന് ആൾ പറഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ പോയിട്ട് ഈ പാട്ട് പാടിയത് ആദ്യമായിട്ട്. അപ്പോൾ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ എന്ന പാട്ട് പാടിയത് അങ്ങനെയാണത് സിനിമയിലേക്ക് വേണ്ടി ഒരു നാടൻ പാട്ട് പാടിയത്. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ല നായകനായിട്ട് അഭിനയിച്ച തീറ്ററപ്പായി എന്ന് പറയുന്ന മൂവിയിലും ഒരു ടൈറ്റിൽ സോങ് പാടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് മ്യൂസിക് ആൽബങ്ങളിൽ പാട്ട് പാടിയിട്ടുണ്ട്. തുടർന്ന് ചേട്ടൻ്റെ മരണശേഷം മാരുതി കാസറ്റ്സിന് വേണ്ടി അവിടുത്തെ സതീഷ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ തന്നെ കുറേ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാനൊരു 3 സിനിമയിൽ പാട്ട് പാടി. അതോടൊപ്പം തന്നെ ചേട്ടൻ്റെ ഈ കമ്പനിയായിട്ടുള്ള മ്യൂസിക് ആൽബത്തിന് വേണ്ടിയിട്ടും അയ്യപ്പ ഭക്തി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു 4-5 നാടൻ പാട്ടുകൾ മ്യൂസിക് ആൽബം പോലെ പാടിയിട്ടുണ്ട്. അതോടൊപ്പം അഭിനയ രംഗത്തേക്ക് ഞാൻ വലിയ ശ്രദ്ധയൊന്നും വച്ചിട്ടില്ലെങ്കിലും എന്നിലേക്ക് വന്ന കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അന്ന് പറഞ്ഞു ചേട്ടൻ്റെ കൂടെ ബാംബു ബോയ്സ് എന്ന ചിത്രത്തിൽ ചെയ്തു, 400 ബീസ് എന്ന ചിത്രത്തിൽ ചെയ്തു. പിന്നെ 2001 MG യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായ സമയത്തൊരു ചിത്രം വന്നിരുന്നു, ഇത് ജഗദീഷ് ശ്രീകുമാറിൻ്റെ കൂടെ, മസനഗുഡി മന്നാടിയാർ സ്പീക്കിംഗ് എന്ന ചിത്രം. പിന്നെ കൊട്ടേഷൻ എന്ന ചിത്രം, തീറ്ററപ്പായി, പുഴ മുതൽ പുഴ വരെ എന്ന ചിത്രം. അങ്ങനെ പിന്നെ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സീരിയലിൽ അബൂട്ടി എന്നൊരു കഥാപാത്രത്തെ വളരെ കാലം, ഏകദേശം 2 വർഷക്കാലത്തിലധികം ആ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഒരുപാട് മ്യൂസിക് ആൽബങ്ങൾക്ക് വേണ്ടി നൃത്ത സംവിധാനവും ഒപ്പം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഗീതം, നൃത്തം, അധ്യാപനം ഒക്കെയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്തായാലും എല്ലാത്തിലും സാന്നിധ്യം ചേട്ടനുണ്ടാവണം, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നത്. സിനിമയിലായാലും മറ്റേത് രംഗത്തായാലും ചേട്ടൻ്റെ കാര്യം പറയാതെ ഒരു ദിവസം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഓരോ യാത്രകളിലും കലാഭവൻ മണിയെക്കുറിച്ച് അറിയാനാണ് എല്ലാവർക്കും താല്പര്യം. ആ ചേട്ടൻ്റെ ഓർമ്മകളിലൂടെയാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്.